എം ജെ ഫാമിലിയിൽ എല്ലാവർക്കും സ്വാഗതം ഗൈസ്. വീഡിയോ കാണുക. ഇന്ന് ചെയ്യാൻ പോകുന്നത് പപ്പടം സ്നാക്സാണ്. വെൽക്കം യു ആൾ. ഗുഡ് ഈവനിങ് ഗൈസ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ചെയ്യുകയാണ്. ഇനി എന്താ ചെയ്യുന്നത് ഇന്നത്തെ ഐറ്റം? പപ്പടം ചാട്ട്. പപ്പടം ചാട്ട്. ഈ ഇന്ത്യക്കാരൊക്കെ കഴിക്കുന്നത് പപ്പടം ചാട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് എന്താ ചേർക്കുന്നത് വെച്ചാൽ സവാള ഉള്ളി എത്ര എണ്ണം? രണ്ട് ചെറിയ ഉള്ളി, മീഡിയം സൈസ്. മൂന്ന് പപ്പടം എടുത്താണ്. 3 പപ്പടം. അത് നിങ്ങളുടെ ആവശ്യത്തിന് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ 3 എടുക്കുന്നുള്ളൂ. അതിമനോഹരമായിരിക്കും ടേസ്റ്റ്. മുമ്പ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെയും ഇത് വീഡിയോ ഇട്ടിട്ടില്ല. എപ്പോഴായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ 2 സവാള അതിൻ്റെ തോലൊക്കെ എടുത്തു. നെക്സ്റ്റ് പരിപാടിയെ അത് കഴുകുക. അല്ല, സവാള കഴുകുക.
അപ്പൊ പപ്പടം പൊള്ളിച്ചെടുത്തു, 2 സവാള, ഇത് ഒരു ടൊമാറ്റോ, ഒരു ലെമണിന്റെ 2 കട്ട് ചെയ്തത്, പിന്നെ മസാല, ഇത് മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ പൊടി, ഉപ്പ്. ഇതിന്റെ പേരെന്തോന്നാ? പപ്പടം ചാട്ട്. ആ ഗൈസ്, അപ്പൊ പറഞ്ഞല്ല, ഇത് പപ്പടം ചാട്ട് എന്ന് പറയും. പപ്പടം ചാട്ട് ഇത് നോർത്ത് ഇന്ത്യക്കാർ കഴിക്കുന്ന കൂടുതലും. ആ, അപ്പൊ ഓരോ പപ്പടം ഇങ്ങനെ എടുക്കുക. വിജേഷാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, കണ്ടോ? ആദ്യം മസാല എടുത്ത് പപ്പടത്തിന്റെ മേലെ, പപ്പടത്തിന്റെ മേലെ ഇട്ടു, സവാള ഇട്ടു, ചിരിച്ചു, സവാള ഇട്ടു, ടൊമാറ്റോ ഇട്ടു, തക്കാളി, ടൊമാറ്റോ, സവാള, ടൊമാറ്റോ. ഓക്കെ, അടുത്തത് മസാലപ്പൊടി. ഓരോ പപ്പടം ഞാൻ എടുക്കുക. വിജേഷാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം മസാല എടുത്ത് പപ്പടത്തിന്റെ മേലെ സവാള ഇട്ടു, ടൊമാറ്റോ ഇട്ടു, തക്കാളി, ടൊമാറ്റോ, സവാള, ടൊമാറ്റോ. ഓക്കെ, അടുത്തത് മസാലപ്പൊടി, കുരുമുളകും മുളക് പൊടിയും കാശ്മീരി ചില്ലിപ്പൊടി, എന്നിട്ട് നാരങ്ങ, അതിൻ്റെ നീര് അതിൻ്റെ മേലോട്ട് ഒഴിക്കുക. അങ്ങനെ ഒഴിച്ചിട്ട് വേറെ പാത്രം, വേറൊരു പാത്രത്തിലോട്ട് എടുക്കുക. അടുത്തത് വീണ്ടും മസാലപ്പൊടി ഇടുന്നു, ചൂടോടെ ഇടുക. സവാള ഇടുക, കട്ട് ചെയ്ത സവാള, ടൊമാറ്റോ, അടുത്തത് ഉള്ളി ഇടുക, ഇട്ടു. അടുത്ത നാരങ്ങ നീര് പിഴിയുക, നാരങ്ങ നീര്, ലെമൺ ജ്യൂസ് അതിൻ്റെ മേലെ ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ അടുത്ത പ്ലേറ്റ്, ഇനി വേണം പ്ലേറ്റ്. എന്നാ ടേക്ക് 1 more, റൈറ്റ്. അപ്പോൾ അടുത്ത പരിപാടി, അടുത്ത പപ്പടം അങ്ങ് പൊള്ളി. അപ്പം സവാള, ടൊമാറ്റോ, നാരങ്ങ നീര് പിഴിയുന്നു, ഇട്ടു. കണ്ടോ ഗൈസ്? കാണാൻ നല്ല രസമുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. പപ്പട് ചാട്ട്. അപ്പൊ ഞാനും കഴിക്കാൻ പോവാണ് ഗൈസ്. നല്ല രസം, നല്ല സ്വാദ്, ടൈം പാസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയൊരു ചാട്ട്. നല്ലതാണ് ഗൈസ്. മമ്മി വീഡിയോ എടുത്തോണ്ടിരിക്കുക, മമ്മിക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം എടുത്തോണ്ടിരിക്കുകയാണ്. മമ്മി പിന്നെ കഴിക്കാതെ നല്ലതാണ്. ആ നാരങ്ങ നീരിൻ്റെയും മുളകിൻ്റെയും സവാളയുടെയും തക്കാളിയുടെയും നല്ല ടേസ്റ്റ്. നല്ല സിമ്പിളാ കേസ് ചെയ്യാൻ, വലിയ പാടൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഇത് പരീക്ഷ നോക്കുക വീട്ടില്. ചുമ്മാ അടുത്തത് പുള്ളിക്കാരത്തി കഴിക്കുക. കഴിച്ചോ? എങ്ങനെയുണ്ട്?
ടേസ്റ്റ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് വാ കഴിച്ചു നോക്ക്. സൂപ്പർ. അപ്പോൾ വൈകുന്നേരം ഒരു സ്നാക്സ് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പർ, സൂപ്പറല്ലേ? അടിപൊളി. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? അത് വേണോ പൊടിച്ചെന്ന് എല്ലാം പൊടിച്ച് തന്നെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഞാൻ പൊടിച്ച് തിന്നാം. അപ്പം നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക, എന്നിട്ട് കഴിക്കുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഗൈസ്. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് അത് ഷോർട്ടായിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കുന്നത്. ആദ്യം പപ്പടം എടുക്കുക. ഈ മസാല അത് കുരുമുളക് പൊടി, ചില്ലി, കാശ്മീർ ചില്ലി, ഉപ്പ്. അത് കഴിഞ്ഞ് പൊടിപ്പൊടി കറിഞ്ഞ ഉള്ളിയും തക്കാളി ഞാൻ ഇട്ടിട്ട് അതിൻ്റെ കൂടെ നാരങ്ങ ഇങ്ങനെ പിഴിയാം. ഓക്കെ, പിടിച്ച മസാല അടിപൊളി. അത്രേ ഉള്ളൂ ഗൈസ്. ഇത് ചെറിയൊരു വീഡിയോ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്യാം. പുതിയ വീഡിയോ കാണുന്നവരെങ്കിൽ പപ്പയുണ്ട് പറയും. ഓക്കെ ഗൈസ്, നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ് ചെയ്യാൻ, വളരെ എളുപ്പം. ഒന്നുമില്ല, പപ്പടം നോക്കിയിട്ട് മസാലയും നാരങ്ങയും പിഴിഞ്ഞ് വെച്ചാൽ ആയി. അപ്പോൾ ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. Thank you.